പൂജ ചായ അടിയാ ഇല്ല ഞാൻ ഇപ്പോഴും ഉറങ്ങാ ചായ ഉണ്ടടി എന്നാ 11 മണി വെച്ചിട്ട് 5 എപ്പോഴാ ഒന്നും കിട്ടിയ പെരുന്നാൾ വെച്ചിട്ട് ഉറങ്ങാൻ പാഞ്ഞു പോകുന്നു കേട്ടെ ആ കണ്ടോടുന്നാ പോലെ ഈ പോത്തിന്റെ ഒന്നും പോത്തേ ഇന്നലെ പോത്ത് മിഞ്ഞാന്നും പോത്ത് ഇന്നും പോത്ത് എത്താ പോത്തത് പോത്തോണ്ട് ഒരു കളിയാ എത്ത് വെറൈറ്റി ഇതിപ്പോ ഉണ്ടാക്കാനുള്ള അതും പോത്തന്നെ പോത്തോണ്ട് കേക്ക് ഉണ്ടാക്കേ പോത്ത് കേക്കാ ആരുണ്ടാക്കണേ ആ അപ്പൊ പോത്തുണ്ടാക്കണ പോത്തും കേക്ക് അല്ലേ വല്ലാത്ത ജാതി എങ്ങനെ ഉണ്ടാക്കലേ പോത്തും കേക്ക് പോത്തേ ഇന്നത്തോട് കൂടി ഈ പോത്തൊന്ന് നിർത്തുവോ പോത്തും കേക്കാ പോത്തുണ്ടാക്കണ പോത്തും കേക്ക് അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞേ ആയിക്കോട്ടെ മുത്തുമണി സാ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പിയാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരുനാൾ കഴിഞ്ഞിട്ടുണ്ട് ചങ്ങന്മാരെ ഒരു 4 ദിവസമല്ല ഒരാഴ്ച കംപ്ലീറ്റ് പോത്തന്നെ പോത്ത് തിന്ന് നമ്മളൊരു പോത്താവും 5 ആദ്യം പോത്തന്നെ പിന്നെ അത് മാത്രമല്ല 2 പോത്താൾ രണ്ടാമത്തെ പെരുന്നാൾക്ക് ഓരോടത്തും ഇങ്ങോട്ട് വരും ചെയ്യും നമ്മളെ പോത്താക്കാൻ അല്ല പോത്താളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പെരുന്നാളിൻ്റെ അന്ന് എന്താ വരാത്തേ എന്നോട് കൂടെ ചോദിച്ചേ എന്ത് അതെന്താ അവിടെ കഴിച്ചു അന്ന് അവിടുന്ന് ആളുകളെ നാത്തുമാരൊക്കെ വരും കാരണം അല്ലേ അപ്പൊ ഇയാളെ ഞാൻ ചോദിക്കട്ടെ ഈ നാത്തുമാര് അന്ന് വരും എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ അന്ന് പെരുന്നാളിന്റെ അന്ന് ഇങ്ങോട്ട് വരാതെ പിറ്റേന്ന് വരുന്നത് അപ്പൊ ഈ വരുന്ന നാത്തുമാര് വേറെ പെരയിൽ മരുക്കളാവൂലേ അപ്പൊ ഓർക്ക് നാത്തുമാര് വരാണ്ടാവൂലേ ഓലെങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓല് കഴിഞ്ഞിട്ട് 2 പെരുന്നാക്കല്ല അപ്പൊ ആവുക അത് പറഞ്ഞോണ്ടോ ഇവിടെ ഉണ്ടല്ലോ ഒരു മരോള് പാത്തുമ്മ ഓള് പെരുന്നാളിന് അന്ന് തന്നെ പോയിക്കണല്ലോ നിങ്ങളാരോ മാഞ്ഞാളങ്ങള് അന്ന് നാത്തുമാര് വരാണ്ട് അന്ന് വരൂല എന്നിട്ട് പിറ്റേ ദിവസം വരും അപ്പൊ ഈ നാത്തുമാർക്ക് അവിടെ വേറെ മരുക്കളില്ലേ അപ്പൊ ഓൾക്ക് നാത്തുമാര് വരാണ്ട് എപ്പോ ഓല് വൈകുന്നേരം വരും കഴിക്കും അത് ഓക്കെ സെറ്റ് അപ്പൊ ഈ നാത്തുമാർ അവിടുന്ന് വരുന്നതിന് മുമ്പ് ആ നാത്തുമാർക്ക് വേറെ ഓല നാത്തുമാര് വേറെ അവിടെ വരാണ്ടോ ഇവിടെ അവിടെ ഒരു മരോളല്ലേ ഇതിന് ഒരു അന്ന് കൂന്നില്ലാത്ത ഒരു പരിപാടിയാണ് ഇത് ഓരോരുത്തർ ഇല്ലെങ്കിലോ ഓരോരുത്തർ ഉണ്ടെങ്കിലോ എന്ത് മാറ്റം വരണം ഇതിനൊക്കെ കേട്ടാ അതൊക്കെ പോട്ടെ നമ്മൾ ഇന്ന് പോത്തിന്റെ എന്താണ് 2 പോത്താള് പെരുന്നാൾ പിറ്റേന്ന് വരുന്ന 2 പോത്താൾ ഉണ്ടാക്കുന്ന പോത്തും കേക്ക് ഓക്കെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അതായത് പോത്ത് നല്ല അടിപൊളിയായിട്ട് പിച്ചി സെറ്റാക്കി വെച്ചിട്ടുള്ളത് കുറച്ച് മൈദപ്പൊടി ഒരു കപ്പിട്ട ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടി ഒരു 5-6 ടീസ്പൂൺ പാല് ഗരം മസാല 4 കോഴിമുട്ട ഉള്ളി ചപ്പ് ഇഞ്ചി പുതിന മുളക് പിന്നെ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അടിപൊളി കിച്ചണ വേണ്ടേ ഇത് ഇലക്ട്രിക് ചിമ്മിണി ഇത് കിടുക്കാച്ചി ഇലക്ട്രിക് ചിമ്മിണി വേണം നല്ല അടിപൊളി ചിമ്മിണിയാണ് കണ്ടില്ലേ സൂപ്പർ പിന്നെ അതേപോലെ നല്ല ഇങ്ങനത്തെ ഒരു വൈബ് ഇനി രാത്രിക്കുള്ള പോത്ത് വേറെ പോത്തോട്ട് 5 കളിയാണ് ഇനി അങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കാണിച്ചു തരാം ആദ്യം നമ്മൾ മോഡേൺ കിച്ചണിലെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു ചീൻചട്ടി വെക്കണം എന്നിട്ട് കുറച്ച് ദശമൂലാലിഷ്ടത്തിന് ഒഴിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് പാരണം ഓക്കെ പക്ഷേ ഇവിടെ വേറൊരാൾ കൂടി പെരുന്നാൾ കൂടെ വന്നിട്ടുണ്ട് ഏതാ ഇരിക്കുന്നത് ഹലോ കുഞ്ഞിതൊള്ള അങ്ങനെ ദശമൂലാലിഷ്ടം ഒഴിച്ചാ എത്ര ഒഴിക്കണ്ടേ ഒഴിച്ചൂടെ ഒഴിച്ചാലല്ലേ ഇപ്പോൾ അത് കാണുള്ളൂ 1 സ്പൂണ് 2 സ്പൂണ് 2 സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ 2 സ്പൂണ് ദശമൂലാലിഷ്ടം ഒഴിച്ചാൽ പിന്നെ ഒത്തുകൂടി പിന്നെ ദശമൂലാലിഷ്ടം ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി ഇടുക പിന്നെ അതേപോലെ മുളക് ഇടുക അതേപോലെ ഇതൊക്കെ കരിവേപ്പിൻ്റെ ഇടുക എന്നിട്ട് അത് ഇങ്ങനെ ആക്കുക കുറച്ച് നേരം അപ്പോൾ വയറ്റുക എന്നിട്ട് അപ്പോൾ ഈ സാധനം പറഞ്ഞാൽ ഈ ചപ്പ് പിന്നെ കേട്ടോ എന്നിട്ട് ഇതിന് വേറെന്തോ പറയല്ലോ ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആളുകൾ പറയലുണ്ടല്ലോ എന്താണ് നന്നായിട്ട് ഇങ്ങനെ ചട്ടം കൊണ്ട് വയറ്റല്ലേ വേറെ സാധനം പറയല്ലോ ഇംഗ്ലീഷിൽ അത് പറയല് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക വയറ്റ അതിങ്ങനെ ചൂട് ഇതാക്കി എടുക്കല്ലേ ഇത് ചുവപ്പ് കളറാവും അതേരെ അല്ലേ വാടുവോളും ആവശ്യത്തിന് ഉപ്പ് ഇതാ പോളെ ഉപ്പിടുക ഇട്ടുകൂടാണ്ട് വല്ലാത്ത ജാതി കുക്കിംഗ് ആയിരിക്കും ആൾക്കാർ ഇത് കണ്ട് പിരാന്താവും ചിലപ്പം ഇതാ ഏകദേശം വാടി സൈസായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഇത്തിരി എന്താണ് ഗരം മസാല അല്ലേ ഒരു ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ മസാല അല്ല എന്താണ് ബീഫ് മസാല ഉണ്ടെങ്കിൽ ഇട്ടോളി ഇട്ടാ പക്ഷേ ഞങ്ങളടുത്ത് ബീഫ് മസാല ഇല്ല നമ്മളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല ഒരു പോത്തോണ്ട് ഒരു പോത്ത് കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പിന്നെ ഞാനൊരു പോത്ത് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ഒരു പറഞ്ഞതിനൊക്കെ ഇങ്ങനെ കൂട്ട് നിൽക്കുകയും ചെയ്യും അപ്പം
അത് ഇട്ടുകാണ്ട് ഒന്നിങ്ങനെ ഒന്ന് വഴറ്റുക അല്ലേ. വഴറ്റിയിട്ട് ഇനി ഈ ബീഫ് അല്ലേ, ഈ ബീഫ് അയക്കാണ്ട് കിട്ടുക. അടിപൊളി. എന്നിട്ട് വീണ്ടും വഴറ്റുക. എത്ര നേരം വഴറ്റണം? ഇത് വെന്ത ബീഫല്ലേ, ആദ്യം പിന്നെ ഇറച്ചി കറിയിൽ എടുത്തല്ലത്, അത് അതിനായിട്ട് വേവിച്ച് ആദ്യം നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടുകാണ്ട് അല്ലേ അത് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ബീഫ് ചില്ലിയൊക്കെ ഉണ്ടാക്കാൻ വേവിക്കണമായി വേവിച്ചെടുക്കുക, എല്ലില്ലാത്ത കഷ്ണങ്ങൾ. പിന്നെ ഒത്തുപൊടിച്ച 4 മുട്ട അതാ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. അതിന് വേണ്ടി പൊട്ടിച്ചിട്ട് മിക്സിക്ക് ഇടുക 4 മുട്ട. പിന്നെ അതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാല് അതും അയക്കാണ്ട് കൂട്ടുക. പിന്നെ അതാ ഇവിടെ കുറച്ച് മൈദപ്പൊടി ഉണ്ട്, ആ മൈദപ്പൊടി അയക്കാണ്ട് കൂട്ടുക. പിന്നെ അതാ ഇതെത്താണ് സെവനപ്പോ, ഇതെത്താണ് സെവനപ്പിൻ്റെ കുപ്പിയിലാക്കി വെച്ച സൺഫ്ലവർ ഓയിൽ വാങ്ങുമ്പോൾ തന്നെ ഒരു കുപ്പി ഉണ്ടാവുമല്ലോ, അതും അഴിമതി എടുത്തിക്കാണ്ട് വേറെ 2 കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഇനി ഇത് മിക്സിയിൽ ഇട്ട് തന്നെ അടിച്ചുകൊണ്ട് എടുക്കുക. നല്ല ഓർഗാനിക് മിക്സി വേണം, തിക്കാറ്റ് മിക്സിയൊക്കെ വേണം, എന്നാലും അടിച്ചാൽ പറ്റുള്ളൂ. എടി ഇത് ബാക്കിയാണ് ഈ ചപ്പ് ലാസ്റ്റിക്കുള്ള. അടിപൊളി. ഇതെന്താ അവസാനം ഇത് കട്ട്ലറ്റ് ആവുമോ? ചപ്പൊക്കെ മേലെ ഇട്ടുകൊണ്ട് അത് കാണിച്ചു തരാൻ ഞാൻ എൻ്റെ പോത്തുകൾക്ക്. അങ്ങനെ ഒത്തുപൊടിച്ച് നമ്മൾ അരച്ചെടുത്ത ആ സാധനമാണ് ഇത്, മുട്ടിയും ആ സാധനം എല്ലാം കൂടി. എന്നിട്ട് ചപ്പ അതിൻ്റെ മേൽക്കാടുണ്ട് അല്ലേ. അങ്ങനത്തെ നമ്മൾ വേവിച്ച് നേരത്തെ ഇതിലാക്കി വെച്ചിട്ടുള്ള നമ്മളെ പോത്ത് അടിപൊളി. അതും വയ്ക്കിട്ട് മിക്സ് ചെയ്യുക, നല്ല മിക്സ് ചെയ്യുക. ഓക്കെ. കോഴിമുട്ടിയും പോത്തിറച്ചിയും എന്താവും എന്തോ പഠിച്ചോ ആരാ. അപ്പോൾ ഇത് ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കോട്ടത്താളുണ്ട്, ഏത് നേരത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ഈ പോത്താള് കാണിച്ചല്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇടങ്ങാറാക്കാണ്. എപ്പോൾ നോക്കിയാലുണ്ടാവും ഈ കോട്ടത്താളം എങ്ങനെ. ഇച്ചിങ്ങൾ വൈകുന്നേരം അവൾ പണിയെടുക്കുന്നത് കാണും ചെയ്യും. അങ്ങനെ അവസാനം ഒരു കൈ ഒക്കെ പൊട്ടി ഒരു പഴയ ഫ്രൈ പാൻ എടുത്തിക്കാണ്ട് നമ്മളെ സ്റ്റൗ വെച്ചാണ് തിരിച്ചിട്ട് ഇതിനകത്ത് പറയല്ലോ എന്ത് ഫ്ലെയിമാണ്, ലോ ഫ്ലെയിമാ. അങ്ങനെ ലോ ഫ്ലെയിമിൽ അത് ഹൈ ഫ്ലെയിമിൽ കത്തിക്കണം, എന്നിട്ട് ചട്ടി ചൂടാക്കണം, എന്നിട്ട് ഈ സാധനം എടുത്താൽ അയിമ്പക്ക് വെക്കണം, എന്നിട്ട് ലോ ഫ്ലെയിം ആക്കണം അല്ലേ. ഓക്കെ, അടിപൊളി. ഇത് ചൂടായപ്പോൾ മറ്റേ സാധനം എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ച് ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ വെക്കണം? മറ്റേ ഡയറക്റ്റ് വെച്ചാൽ പോരെ. കരിയാതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഇതിന് വേറെ പാത്രം ഉണ്ടാവൂലേ? ഇതാണ് മിൽമൻ്റെ നെയ്യ്. അത് ഒട്ടി പിടിച്ച നെയ്യാണോ തോന്നുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ വേറെ പാത്രം ഉണ്ടാവുമോ? കരിയാത്ത പാത്രം അതോ ഓവണിലാണ് ഉണ്ടാക്കൽ? ഞങ്ങൾ ലോക്കൽസ് നാടന്മാരിങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. പുതിയ മോഡലാണ്. ഞങ്ങൾക്ക് ഓവണൊന്നുമില്ല, ഞങ്ങൾ പാവങ്ങളാണ്. ഈ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം, ഇതിന് മൊത്തത്തിൽ പറഞ്ഞ പേരെത്താ ആ ഒരു സാധനം അങ്ങനെ പേരൊന്നുമില്ല. ആ മിക്സ് ആ പാത്രത്തിലേക്കാണ് ഇടുന്നു. എന്നിട്ട് തീ കുറച്ച് എത്തും മറ്റേ എന്താണ് ലോ ഫ്ലെയിം ആക്കി അല്ലേ. ഇനി 20 മിനിറ്റാ. ഇനി 20 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നിന്നാണ്ട് ഇങ്ങനെ വേവണം. ഇതിന് ഓട്ടമുണ്ടല്ലോ ആ പ്രശ്നമില്ല. പിന്നെ ഇതിനൊന്നും പിന്നെ മൂടിന് ഓട്ടമുള്ള വെക്കുകയാണെങ്കിൽ താണി ഇതൊത്താണ് ഈ ബുർജ് ഖലീഫയിൽ വിളിച്ചിട്ടുണ്ടേ. എല്ലാത്ത ജാതി ദശമൂലാലിഷ്ടത്തിൽ വിളിച്ചിട്ടുണ്ടാ, ബുർജ് ഖലീഫയിൽ വിളിച്ചിട്ടുണ്ടാ. കാലം ഏതായാലും ഇത് 20 മിനിറ്റ് കഴിയട്ടെട്ടാ. അങ്ങനെ ഒത്തുപൊളിച്ച 20 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ ഇതിങ്ങനെ പൊന്തി വരുന്നത് കാണാം. പക്ഷേ ആ നേരത്തെ ഞാൻ കുളിച്ചാൻ പോയി, പൊന്തിയത് കാണാൻ പറ്റില്ല. ഇപ്പോൾ ആകെ താന്നിക്കണം. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓട്ടൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. അത് പുതിയ ടെക്നോളജി ആട്ടോ. ഓട്ടൊക്കെ മൂടി വെച്ചിട്ടുണ്ട് പേപ്പർ കൊണ്ട്. അപ്പോൾ അതൊരു ഈ സാധനം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒത്തുപൊളിച്ച പെരുന്നാൾക്ക് വിരുന്ന് വന്ന 2 പോത്താൾ കൂടി ഉണ്ടാക്കിയിട്ടുള്ള പോത്ത് കേക്കാണ് നമ്മളിപ്പോൾ ഓപ്പണാക്കി ഇത് മുറിച്ചാൻ പോകുന്നത്. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. രസം ഞാൻ കൊല്ലും ഞാൻ കൊഞ്ചടോ. പോത്ത് കേക്ക് ഗൈസ്, പോത്ത് കേക്ക് അടിപൊളി. കത്തിയൊക്കെ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞുണ്ടാക്കി ചേട്ടാ. ആദ്യമായിട്ടാണ് മനസ്സിൽ ഒരു കേക്ക് എന്നിട്ട് ഇഞ്ചി അടിച്ചിട്ടത്. ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഡിഷ് കേട്ടോ. രസമുണ്ട്. കുറച്ച് ഉപ്പ് കൂടിക്കണം, ഒരിത്തിരി. അതിന് മസാലയിലും ആ മിക്സിലും ഉപ്പിട്ടില്ല. ഏത് ഒന്നിട്ടാൽ മതി, അല്ലെങ്കിൽ കുറേശ്ശെ ഇട്ടാൽ മതി. ആകെ മൊത്തം ടോട്ടലി നമ്മൾ ഈ ഫുഡ് ബ്ലോഗർമാർ ചെയ്യണമായി പോളി വൈബ് ടേസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ട് മസ്റ്റ് ട്രൈ അതൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അടിക്കാം എങ്ങനെയുണ്ടെന്ന്. ഇനി ഇത് തിന്ന ആൾക്കുണ്ടെങ്കിൽ അവർ കമൻറ്റ് അടിക്കാം. സംഗതി അടിപൊളി. എൻ്റെ ചങ്ങായി പറയാം, ഒരു കാര്യം പറയാം, ആ ഫ്രിഡ്ജിൽ 4 ദിവസത്തിനുള്ള പോത്ത് ഇനിയും കിടക്കുന്നുണ്ട്. ഈ പോത്തെല്ലാം കൂടി നമ്മളെ ഒരു പോത്താക്കും. അതിന് മുന്നേ അതേപോലെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് പുതിയ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കിയാണ് തിന്നോളി. ഈ പെരുന്നാൾക്ക് ഇത് ഞങ്ങളൊരു വെറൈറ്റി അല്ലേ, ഞങ്ങളൊരു റെസിപ്പി. ഇതേപോലത്തെ ഒരുപാട് റെസിപ്പി നിങ്ങൾക്ക് കിട്ടും ചിലപ്പം. അപ്പോൾ നമ്മളുടെ ഏതായാലും സംഗതി അടിപൊളിയാക്കണം, ഉഷാറായിക്കണേ. ഒന്ന് ട്രൈ ചെയ്തോളി. ഐഡിയാസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ വ്ളോഗ് ചാനലിലെ കുക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പം നിങ്ങൾ പോത്തായിക്കാണ് ഇങ്ങനെ ആ പോത്ത് നോക്കിയാണ് ഇങ്ങനെ കുത്തർക്കേണ്ട കുറച്ച് പോത്തും കഷ്ടം എടുത്താണ് ഒരു പോത്തും കേക്ക് ഉണ്ടാക്കി കളി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ഹാപ്പി ന്യൂ ഇയർ. അല്ല എന്താണ് ഇത് മുബാറക്.